യുദ്ധഭൂമിയിലൊക്കെ കാണുന്ന മൈൻ കള്ളങ്ങൾ പോലെയാണ്, മൈൻ പാടങ്ങൾ പോലെയാണ് കണ്ണൂരിലെ ചില ആളൊഴിഞ്ഞ പറമ്പുകളും ആളൊഴിഞ്ഞ വീടുകളും. കണ്ണൂരിലെ മൈൻ പാടങ്ങൾ എന്ന് നിയന്ത്രണ വിധേയമാകുമെന്ന ചിന്തയാണ് സംസ്ഥാന പോലീസിനെ വലയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വയോധികൻ പറമ്പിൽ തേങ്ങ എടുക്കാൻ ഇറങ്ങിയതാണ്. സ്റ്റീൽ ബോംബ് പൊട്ടി അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹമല്ല ആ ബോംബ് അവിടെ വെച്ചത്, ആ പറമ്പിൻ്റെ ഉടമസ്ഥരല്ല, വീട്ടുകാരല്ല. പിന്നെ എങ്ങനെ ആ സ്റ്റീൽ ബോംബ് അവിടെ വന്നു? കണ്ണൂരിൻ്റെ ബോംബുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിലെ ബോംബ് പാടങ്ങളുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ വളരെ നീണ്ട ഒരു ചരിത്രം തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും. സ്പീക്കർ എന്താണ് പറഞ്ഞത്? പഴയ കാര്യം, പണ്ടങ്ങാണ്ട് നടന്ന കാര്യത്തിലല്ല നിയമസഭയിൽ അടിയന്തര പ്രമേയം നടത്തേണ്ടതെന്ന്. ശരിയാണ്. 1998 മുതൽ 2024 വരെ എടുത്തു കഴിഞ്ഞാൽ 10 പേരാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ 6 പേർ CPM പ്രവർത്തകരാണ്, 4 പേർ RSSകാരാണ്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ കോൺഗ്രസ്സുകാരും ബോംബ് നിർമ്മാണത്തിനിടെ ഇതുവരെ കണ്ണൂരിൽ കൊല്ലപ്പെട്ടിട്ടില്ല. കൈയും കാലും മുറിഞ്ഞു പോയവർ, പരുക്കേറ്റവർ, കണ്ണ് നഷ്ടമായവർ, അങ്ങനെ ഉള്ള ആളുകൾ നിരവധി പേരാണ് കണ്ണൂരിലുള്ളത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? മുഖ്യമന്ത്രി ഇതിന് ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ആരൊക്കെയാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിറം നോക്കാതെ, രാഷ്ട്രീയ കൊടികളുടെ നിറം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്കിനി ആ കണക്കുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. 252 കേസുകളാണ്, അതായത് 5 വർഷത്തിനിടെ 252 ബോംബുകളാണ് പോലീസ് കണ്ടെടുത്തത്, കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതുപോലെ 8 സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 10 പേർ മരിച്ചു. ഇതിൽ എത്ര കേസുകളിലാണ് പോലീസ് പ്രതികളെ പിടിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നതും നന്നായിരിക്കും. കേസുകളുടെ അന്വേഷണം എങ്ങോട്ട് പോയി? കേസുകളിൽ എത്ര പ്രതികൾ പിടിക്കപ്പെട്ടു? കേസുകളിൽ അന്തിമ തീരുമാനം എന്തായിരുന്നു? പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു? അനധികൃതമായി വെടിമരുന്ന് ശേഖരിച്ചുവെന്നും അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തിയും എന്നൊക്കെ വളരെ ലളിതമായ, വളരെ ലഘുവായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് പലപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ ആളൊഴിഞ്ഞ പറമ്പിൽ മാത്രമല്ല, പൊതുനിരത്തിലെ മതിലുകളിൽ വളരെ വലിയ പൊത്തുകൾ ഉണ്ടാക്കി അവിടെ ബോംബുകൾ സൂക്ഷിക്കുന്ന രീതിയും കണ്ണൂരിലുണ്ടെന്നാണ് പലരും നമുക്ക് അറിയാൻ കഴിയുന്നത്, പലരും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇതിനൊക്കെ എടുക്കുന്ന കേസാണ് വളരെ ലളിതമായ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം, അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ വെടിമരുന്ന് സൂക്ഷിച്ചു. ഇങ്ങനെ വളരെ ലളിതമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പ്രതികൾക്ക് കഠിനമായ ശിക്ഷയൊന്നും ഇത്തരത്തിൽ ലഭിച്ചുവെന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കണ്ണൂരിൽ എന്തിനാണ് ഇത്രമാത്രം ബോംബുകൾ? അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ, അത് ഏതുമാകട്ടെ, കൊടിനിറം എന്തുമാകട്ടെ, ഇങ്ങനെ ബോംബുകൾ സ്വരൂപിക്കുന്നത്, ഇങ്ങനെ ആയുധങ്ങൾ ശേഖരിക്കുന്നത്? ഇവിടെ അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടോ? അങ്ങനെ ഒന്നില്ലാതിരിക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനാണ് ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേതുപോലെ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ആയുധ ശേഖരണം നടത്തുന്നത്, ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിന് കളമൊരുക്കുന്നത്? ബോംബ് ഭീഷണിയുടെ രാഷ്ട്രീയം ആരെ നന്നാക്കാൻ വേണ്ടിയാണ്? ഇത് ഏത് രാഷ്ട്രീയ കക്ഷികൾ ചെയ്താലും അത് ചോദ്യം ചെയ്യും, അതിന് തക്ക മറുപടി കൊടുക്കുമെന്നാണ് സംസ്ഥാനത്തെ പോലീസ് മന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു കണ്ണൂരിൽ. സീന എന്ന വീട്ടമ്മ. നമ്മൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവർ പറഞ്ഞത് എന്താണെന്ന് വായിച്ചറിഞ്ഞു. അവർ പറയുന്നത്, ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീടിന് നേരെ ബോംബേറാണ്. ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ സമൂഹം ഇവർക്ക് വിലക്ക് കൽപ്പിക്കും, ഇവരുടെ വഴി അടയ്ക്കും. ഇങ്ങനെ ഭീഷണിയാണ്, നിരന്തര ഭീഷണികൾക്ക് നടുവിലാണ് ഈ വീട്ടമ്മയെ പോലുള്ള ആളുകൾ താമസിക്കുന്നത്. ഏത് പാർട്ടിയായാലും ഇങ്ങനെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിഷേധമറിയിക്കുന്ന, പ്രതികരിക്കുന്ന ആളുകളെ തടയാൻ പോയതുകൊണ്ടോ അവരുടെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞത് കൊണ്ടോ കാര്യമുണ്ടോ? അല്ല. അങ്ങനെ ബോംബെറിയാൻ പോകുന്നതിന് മുമ്പ് പോലീസുകാർ എവിടെ പോയി? നിയമപാലകർ എവിടെ പോയി? അവർക്ക് കൃത്യമായി ഇത് പരിശോധിച്ച് ഈ നടപടി സ്വീകരിക്കാൻ കഴിയുകയില്ലേ? ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നു, അവിടെ ആഴ്ചയിലൊരിക്കൽ ആളൊഴിഞ്ഞ പറമ്പുകൾ പരിശോധിക്കും, ആളൊഴിഞ്ഞ വീടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അത് പരിശോധിക്കും എന്നൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. 98 മുതൽ 10 പേർ മരിച്ച സ്ഥലമാണ്, നിരന്തരം രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന സ്ഥലമാണ്. കണ്ണൂര് CPMന്റെ മാത്രം കോട്ടയല്ല, RSSന്റെ കോട്ടയാണ്. കണ്ണൂരിൽ K. സുധാകരൻ്റെ എത്രയെത്ര വീരസാഹസിക കഥകൾ അദ്ദേഹം തന്നെ വിളമ്പുന്നുണ്ട്. K. സുധാകരൻ ഇപ്പോഴും അവിടെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 3 പ്രബല രാഷ്ട്രീയ കക്ഷികൾക്കും വേരോട്ടമുള്ള മണ്ണാണ് കണ്ണൂര്. പാർട്ടി ഗ്രാമങ്ങൾ അവിടെ സജീവമാണ്, RSSന്റെ ശാഖകൾ സജീവമാണ്.
ഇങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച്, ഈ മൈൻ പാടങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഇതുവരെ നടത്താൻ പോലീസ് തയ്യാറാകാത്തത്? അങ്ങനെ നടത്തുകയാണെങ്കിൽ ഉന്നതരായ രാഷ്ട്രീയ ബന്ധമുള്ള, ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള പലരും അകത്താകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മൈൻപാടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഒത്താശയുള്ള ചില സംഘങ്ങളാണ് എന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല. ഇതൊക്കെ രഹസ്യമായി പോലീസും സമ്മതിക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ വിലപിക്കുന്നത്. ഏതായാലും ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ കണ്ണൂരിൽ ഒരു കണക്കെടുപ്പ് നടക്കട്ടെ, ഒഴിഞ്ഞുകിടക്കുന്ന പാടങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കട്ടെ, ബോംബ് സ്ക്വാഡ് പരിശോധിക്കട്ടെ, അത് മൈൻ പാടങ്ങൾ ആണോ എന്ന് വിലയിരുത്തട്ടെ, ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരിശോധിക്കട്ടെ, അത് ബോംബ് ശേഖരിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ വെടിമരുന്ന് ശേഖരിച്ചു വെക്കുന്ന ഇടങ്ങളാണോ എന്ന് പരിശോധിച്ച് അത്തരം ഇടങ്ങളെ കണ്ടുകെട്ടട്ടെ. ഇതൊക്കെ ചെയ്യാൻ പോലീസ് തയ്യാറായാൽ, പോലീസിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സ്വതന്ത്രമായ അനുവാദം ലഭിച്ചാൽ, അല്ലെങ്കിൽ പോലീസിനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അന്വേഷിക്കുമെന്ന് പറയാതെ അവരെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിച്ചാൽ ഇത്തരം പാടങ്ങളും ഇത്തരം വീടുകളുമൊക്കെ അവർ ലൊക്കേറ്റ് ചെയ്യും, കണ്ടെത്തും. നിരവധി ബോംബുകൾ, 252 ബോംബല്ല, ഇനിയും ബോംബുകൾ, നിരവധി ബോംബുകൾ കണ്ണൂരിൽ നിന്ന് കണ്ടെടുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കണ്ണൂരിൽ വിലപിച്ച ആ വീട്ടമ്മയുടെ ആ വിലാപത്തിന് അറുതിയാകണം. അവരെ പോലുള്ള സാധാരണ സ്ത്രീകളും സാധാരണ വീട്ടമ്മമാരും നെഞ്ചിൽ കൈവച്ച് എത്രമാത്രം നിലവിളിക്കുന്നുണ്ട്. തങ്ങളുടെ മക്കൾ സുരക്ഷിതരായി തിരിച്ചു വരുന്നവരെ, വീടെത്തുന്നവരെ, അല്ലെങ്കിൽ തങ്ങളുടെ രാത്രി ഉറങ്ങുമ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷികളാണ് തങ്ങളുടെ വീടിന് നേരെ ബോംബെറിയുന്നത് എന്ന ആശങ്കയോടെ കഴിയുന്ന വീട്ടമ്മമാരുടെ കണ്ണീരിന് സമാശ്വാസമാകട്ടെ പോലീസ് നടപടികൾ. കണ്ണൂരിൽ മൈൻ പാടങ്ങളല്ല, സ്നേഹത്തിന്റെ പാടങ്ങളാണ് നിലനിൽക്കുന്നതെന്ന സന്ദേശം കണ്ണൂരിലെ ജനങ്ങൾ മറ്റ് ജില്ലക്കാർക്കും രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കട്ടെ എന്ന ഒരു സന്ദേശം മാത്രമാണ്, അല്ലെങ്കിൽ എന്ന ഒരു ആഗ്രഹം മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക.